വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇനിയുള്ള ഒരു മണിക്കൂർ സമയം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തുക. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച 2 പേർ അറസ്റ്റിൽ. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാലിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ ഇതിനു മുമ്പും ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചിട്ടുണ്ടെന്ന് തൃക്കാക്കര ACP PV ബെന്നി പറഞ്ഞു. മുൻകൂറായി പണം നൽകുന്നവർക്ക് ഓഫറായാണ് കഞ്ചാവ് നൽകുന്നത് എന്നാണ് വിദ്യാർത്ഥികളുടെ മൊഴി. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് പിടികൂടിയ 2 കിലോ കഞ്ചാവ് ആകാശിന് നൽകിയത് ആഷിഖ് എന്നായിരുന്നു മൊഴി. ഇതിന് പിന്നാലെയാണ് ആലുവയിൽ നിന്ന് ആഷിഖിനെ പിടികൂടിയത്. ഇയാളുടെ സുഹൃത്ത് ഷാലിഖും അറസ്റ്റിലായിട്ടുണ്ട്. ഇരുവരും പോളിടെക്നിക് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. മുൻപും പ്രതികൾ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചിട്ടുണ്ട്. ഡിമാൻഡ് അനുസരിച്ച് കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതൊക്കെ നമുക്ക് അന്വേഷിച്ചാലാണ് ആരൊക്കെയാണ് ഇതിനകത്ത് ഉൾപ്പെട്ടത്. കാരണം ഒത്തിരി നമുക്കുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെളിവുകൾ ശേഖരിച്ചാലേ അത് പറയാൻ പറ്റുള്ളൂ. ആരോപണ വിധേയരായ KSU പ്രവർത്തകരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം പോലീസ് വിട്ടയച്ചു. ഓഫർ നൽകിയാണ് കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ കഞ്ചാവ് വിൽപ്പന നടക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുണ്ട്. 500 രൂപയുടെ കഞ്ചാവ് മുൻകൂറായി പണം നൽകിയാൽ 300 രൂപയ്ക്ക് ലഭിക്കുന്നതാണ് ഓഫർ. ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന പ്രതീക്ഷയിലാണ് ആകാശും ഷാലിഖും ആഷിഖുമെല്ലാം പോളിടെക്നിക് ഹോസ്റ്റൽ തന്നെ കഞ്ചാവ് വിപണനത്തിനായി തിരഞ്ഞെടുത്തത്. ഗൗരവ സ്വഭാവമുള്ള ഒരു ആസൂത്രണം പോലും ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. കൂടുതൽ പ്രതികളുണ്ടാകും, അറസ്റ്റുകളും. കൊച്ചിയിൽ നിന്ന് അനൂപിനൊപ്പം വിഷ്ണു സുരേഷ്, 24. കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിലെ പോലീസ് റെയ്ഡ് പ്രിൻസിപ്പൽ നൽകിയ പരാതിയിൽ ഹോളി ആഘോഷത്തിന് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ കഞ്ചാവ് എത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രിൻസിപ്പൽ അജു തോമസ് DCPക്ക് പരാതി നൽകിയിരുന്നു. പോളിടെക്നിക് ഹോസ്റ്റലിലെ ലഹരിവേട്ടയ്ക്ക് ആധാരം പ്രിൻസിപ്പൽ അജു തോമസ് നൽകിയ പരാതി. 12-ാം തീയതിയാണ് DCPക്ക് പരാതി നൽകിയത്. 14-ാം തീയതി കോളേജിൽ നടത്തുന്ന ഹോളി ആഘോഷത്തിലേക്ക് മദ്യവും മയക്കുമരുന്നും എത്തിക്കാൻ വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നുണ്ടെന്ന് പ്രിൻസിപ്പൽ DCPക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. പോലീസ് പരിശോധനയും പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടു. ഇതിന് പിന്നാലെയായിരുന്നു പോലീസിന്റെ പരിശോധന. പോളിടെക്നിക് ഹോസ്റ്റലിൽ മുൻപും വ്യാപകമായി മയക്കുമരുന്ന് എത്തിയിട്ടുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. തുടർ പരിശോധനകൾക്കും സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളുടെ ഡിമാൻഡ് അനുസരിച്ചാണ് പുറത്തുനിന്ന് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചിരുന്നത്. ഇതിനായി 5-അംഗ സംഘമുണ്ടെന്നാണ് വിലയിരുത്തൽ. അതിൽ 2 പേരാണ് പിടിയിലായ ഷാലിഖും ആഷിഖും. വിഷ്ണു സുരേഷ്, 24, കൊച്ചി. കേരളത്തിലെ ലഹരി മാഫിയയുടെ രാഷ്ട്രീയ രക്ഷാകർതൃത്വം CPIM ഏറ്റെടുത്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സംസ്ഥാനത്ത് മയക്കുമരുന്ന് വ്യാപനത്തിന്റെ പ്രധാന ഉത്തരവാദി SFI എന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു. കോൺഗ്രസിന് ലഹരിയല്ല SFIയാണ് പ്രശ്നം എന്നായിരുന്നു മന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. ലഹരി വിഷയങ്ങളിൽ രാഷ്ട്രീയം കാണരുതെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. SFI നേതൃത്വത്തിൽ ഇതിൻ്റെ എന്താണ് ഇത് പലതരത്തിലുള്ള സെയിലാണ് അവിടെ നടക്കുന്നത്. വലിയ ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ട് സെയിൽ നടക്കുകയാണ്. അതിന് SFI നേതാക്കളെ പിടിച്ചതിന് പറയില്ലേ, SFI നേതാക്കൾ പിടിയിലായി കഴിഞ്ഞാൽ പറയില്ലേ, ഇത് ഒന്നാമത്തെ സംഭവമാണ്. അവർ കുറ്റവാളികളാണ്, തെറ്റ് ചെയ്തവരാണ് എന്ന് SFI സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ. പിന്നെ ഇവർക്ക് മന്ത്രിമാർക്ക് എന്താ എത്ര വിഷമം? കേരളത്തിൽ മയക്കുമരുന്ന് വ്യാപകമാക്കുന്നതിൻ്റെ പ്രധാന ഉത്തരവാദി SFI ആണ്. കേരളത്തിലെ കലാലയങ്ങളിൽ, ഹോസ്റ്റലുകളിലും വ്യാപകമായി മയക്കുമരുന്നുകൾ ഉപയോഗിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഈ SFI പിരിച്ചുവിടുകയാണ് വേണ്ടത്. ഇതിന് പൂർണ്ണ പ്രോത്സാഹനമാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നൽകുന്നത്. ഇവിടെ നമ്മളെല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ദയവ് ചെയ്ത് ഇതിൽ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങൾ കലർത്തരുത്. ഇതിൽ ഒരു രാഷ്ട്രീയമേ ഉള്ളൂ, അത് ലഹരിയെ തുരത്തുക എന്നുള്ള രാഷ്ട്രീയമാണ്. അതിൽ നമ്മളെല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ സ്രോതസ്സ്, അതുപോലത്തെ ഇതിൻ്റെ ഏജൻറ്റുകൾ, ഇതിനെതിരെയൊക്കെ കർക്കശ നിലപാട്, ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുന്ന പോലെ കർക്കശ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകണം. നമ്മളെല്ലാവരും ഒന്നിക്കണം. ഇതിൻ്റെ പേരിൽ കോൺഗ്രസ്സാണ് കേരളത്തിലെ ലഹരി ഏജൻറ്റുമാരെന്ന് പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും യുവജന വിദ്യാർത്ഥി സംഘടനയാണോ ഈ ലഹരിയുടെ ഹോൾസെയിൽ ഏജൻറ്റുമാരെന്ന് പറയാനല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതല്ല ഞങ്ങളുടെ ലക്ഷ്യം. കണ്ണൂർ നുച്ച്യാട് MDMAയുമായി യുവതി ഉൾപ്പെടെ 3 പേർ പിടിയിലായി. വാടക ക്വാർട്ടേഴ്സിൽ നിന്നാണ് കർണാടക സ്വദേശികളായ കോമള, അബ്ദുൽ ഹക്കീം, പ്രദേശവാസി മുബഷീർ എന്നിവർ പിടിയിലായത്. ഇവരിൽ നിന്ന് 5 ഗ്രാം MDMA കണ്ടെത്തി. പോലീസ്, എക്സൈസ്, ഡാൻസ് ഓഫ് എന്നിവർ സംയുക്തമായാണ് പ്രതികളെ പിടികൂടിയത്. സംസ്ഥാനത്തെ ലഹരി ശൃംഖലയുടെ ഭീകരത വ്യക്തമാക്കിയ എക്സൈസിന്റെ ഓപ്പറേഷൻ ക്ലീൻ സ്റ്റേറ്റ്. സംസ്ഥാനത്ത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പിടിച്ചെടുത്തത് 1.9 കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. 554 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 570 പേർ പ്രതിപട്ടികയിൽ ഉണ്ട്. സംസ്ഥാനത്ത് ലഹരി ഉപയോഗവും അതേ തുടർന്നുള്ള അക്രമങ്ങളും വ്യാപകമായതോടെയാണ്
എക്സൈസ് വിഭാഗം ഒരാഴ്ച നീണ്ടുനിന്ന ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റ് പദ്ധതി നടപ്പാക്കിയത്. വിവിധ എക്സൈസ് യൂണിറ്റുകൾ നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ പിടിച്ചെടുത്തത് 1,90,00,000 രൂപയുടെ ലഹരി വസ്തുക്കളാണ്. 554 കേസുകൾ രജിസ്റ്റർ ചെയ്തതിൽ 570 പേർ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. 3,568 റെയ്ഡുകൾ, 33,709 വാഹന പരിശോധന എന്നിവ ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി നടന്നു. പോലീസ്, വനം, മോട്ടോർ വാഹന വകുപ്പ് തുടങ്ങിയ സേനകളുമായി ചേർന്നുള്ള 50 സംയുക്ത പരിശോധനകളും കൂട്ടത്തിലുണ്ട്. 33,709 വാഹനങ്ങൾ പരിശോധിച്ച എക്സൈസ് മയക്കുമരുന്ന് കടത്തിയ 27 എണ്ണം പിടിച്ചെടുത്തു. ഒളിവിലായിരുന്ന 26 പ്രതികളടക്കം 555 പേർ പിടിയിലായി. എക്സൈസ് പരിശോധനയിൽ 64 ഗ്രാം MDMA, 25 ഗ്രാം മെത്തഫെറ്റാമിൻ, 39 ഗ്രാം ഹെറോയിൻ, 14 ഗ്രാം ബ്രൗൺ ഷുഗർ, 12 ഗ്രാം നൈട്രോസഫാം ഗുളികകൾ എന്നിവ പിടികൂടിയിട്ടുണ്ട്. 113 കിലോ കഞ്ചാവ്, 14 കിലോ കഞ്ചാവ് കലർത്തിയ ചോക്ലേറ്റ്, 96 ഗ്രാം കഞ്ചാവ് കലർത്തിയ ഭാങ്, 29 ലിറ്റർ ഹാഷിഷ് ഓയിൽ, 20 ഗ്രാം ചരസ് എന്നിവയും റെയ്ഡിൽ പിടിച്ചു. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ 450 അബ്കാരി കേസുകളും 2028 പുകയില കേസുകളും പിടികൂടി. 10,430 ലിറ്റർ സ്പിരിറ്റ്, 931 ലിറ്റർ അനധികൃത വിദേശ മദ്യം, 3,048 ലിറ്റർ വാഷ്, 82 ലിറ്റർ ചാരായം, 289 കിലോ പുകയില ഉൽപ്പന്നങ്ങൾ എന്നിവയും ഓപ്പറേഷൻ ക്ലീൻ സ്ലേറ്റിന്റെ ഭാഗമായി എക്സൈസ് പിടികൂടി. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. മയക്കുമരുന്ന് വ്യാപനത്തിനും അക്രമങ്ങൾക്കുമെതിരെ ജനങ്ങളെ അണിനിരത്താൻ 24. ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ മാധ്യമരംഗത്ത് 40 വർഷം പിന്നിടുന്ന ആഘോഷവേള ജനജാഗ്രതയുടെ സന്ദേശമാകുകയാണ്. SKN40 എന്ന് പേരിട്ട ജനകീയ യാത്രയ്ക്ക് നാളെ തുടക്കമാകും. എൻ്റെ കേരളം എൻ്റെ അഭിമാനം എന്ന കേരള യാത്രയുടെ മുഖ്യ സന്ദേശം അരുത് അക്രമം, അരുത് ലഹരി എന്നതാണ്. നാടിൻ്റെ മുക്കിലും മൂലയിലും പര്യടനം നടത്തുന്ന കേരള യാത്ര 1 മാസം നീണ്ടു നിൽക്കും. ആർ ശ്രീകണ്ഠൻ നായർ എന്ന മാധ്യമപ്രവർത്തകനെ മലയാളി എറിഞ്ഞത് പഠനകാലത്തെ കലാകൗമുദി ഫീച്ചറുകളിലൂടെയാണ്. തലപ്പൊക്കമുള്ള എഴുത്തുകാരുടെ ഇടമാണ് കലാകൗമുദി. തൃശൂർ കേരളവർമ്മ കോളേജിൽ അധ്യാപകനായിരുന്നു ഇന്ന് മലയാളികളുടെ പ്രിയപ്പെട്ട SKN. അക്കാലത്ത് അധ്യാപക ജോലി രാജിവെച്ച് ആകാശവാണിയിലെത്തി. പിന്നീട് മലയാള ദൃശ്യമാധ്യമ രംഗത്ത് തുടക്കക്കാരിൽ ഒരാളായി. ദൂരദർശനിലെ ജസ്റ്റ് എ മിനിറ്റും ഏഷ്യാനെറ്റിലെ നമ്മൾ തമ്മിലും ജനമേറ്റെടുത്തു. കേരളത്തിലെ ക്യാമ്പസുകൾ ഇപ്പോൾ ഒരു പുതിയ പ്രതിഭാസമാണ്. പാതിരാ നേരത്ത് മെഴുകുതിരി വെട്ടത്തിൽ പരീക്ഷയിൽ ജയിക്കുമോ പരീക്ഷയിൽ തോക്കുമോ എന്നറിയാൻ ഒരു പുതിയ ബോർഡ്, ഓജോ ബോർഡ്. ഈ ഓജോ ബോർഡ് പരീക്ഷ കാരണം പല പെൺകുട്ടികൾക്കും മനോവിഭ്രാന്തി ഉണ്ടായി എന്നും പരാതി കേൾക്കുന്നു. ഏഷ്യാനെറ്റിന് പിന്നാലെ സൂര്യ TVയിലും സംവാദ അവതാരകനായി. സംവാദങ്ങൾ ചിലപ്പോ ആടിനെ പട്ടിയാക്കിയെന്ന് വരും. അത് ഇവിടെ നടക്കില്ല. നേരിന്റെ കല്ലുകൾ കാണിച്ചു തരാൻ ഞാൻ വരികയാണ്. മലയാള മനോരമയുടെ ദൃശ്യമാധ്യമത്തിലേക്കുള്ള ചുവടുവെക്കാൻ നേതൃപരമായ പങ്ക് വഹിച്ചു. വൈകാതെ ഫ്ലവേഴ്സ് എന്ന ജനപ്രിയ ചാനലിന് തുടക്കമിട്ടു. ഫ്ലവേഴ്സിന് പിന്നാലെ തുടങ്ങിയ 24ഉം പ്രേക്ഷക പിന്തുണയിൽ അധികം വൈകാതെ മുന്നിലെത്തി. വളരെ സന്തോഷമുള്ള ഒരു നിമിഷത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. കുറച്ചധികം കാലമായി ഒരു വാർത്താ ചാനലിന്റെ വരവ് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. വളർച്ചയുടെ കാലത്തും മനുഷ്യരെ ചേർത്തുപിടിക്കാൻ 24 ശ്രമിച്ചിട്ടുണ്ട്. ഇതാ ഈ കാലത്ത് വരുന്നു SKN. ഇനി ലഹരിക്കെതിരായ പ്രതിരോധത്തിൻ്റെ നാളുകൾ. എൻ്റെ കേരളം എൻ്റെ അഭിമാനം. തിരുവനന്തപുരം. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ കേസിൽ മുൻ എക്സൈസ് ഇൻസ്പെക്ടർ K സതീഷിനെ പോലീസ് ചോദ്യം ചെയ്തു. വ്യാജ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യം ക്രൈംബ്രാഞ്ച് ചോദിച്ചറിഞ്ഞു. ഷീല സണ്ണിയുടെ മകൻ സംഗീത് ഒളിവിലാണ്. വിവരങ്ങളുമായി S ശ്രീകാന്ത് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ശ്രീകാന്ത്, വിശദാംശങ്ങൾ എന്താണ്? ലഭ്യമാകുന്ന വിവരങ്ങൾ ശ്രീകാന്ത്. ഈ അന്വേഷണ സംഘം കൊടുങ്ങല്ലൂർ DYSP VK രാജുവിന്റെ നേതൃത്വത്തിൽ ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുൻ എക്സൈസ് ഇൻസ്പെക്ടർ K സതീഷിനെ ചോദ്യം ചെയ്തു എന്നുള്ളതാണ്. അതായത് ഈ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് ആ 72 ദിവസം ആ വീട്ടമ്മ ജയിലിൽ കിടക്കേണ്ട സാഹചര്യം വന്നത്. അതും ഒരു വ്യാജ കേസിൽ. ആ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ അയാൾ വിരമിച്ചയാളാണ് ചോദ്യം ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് വാർത്ത.
കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നത്. വ്യാജ കേസ് രജിസ്റ്റർ ചെയ്ത സാഹചര്യം ക്രൈംബ്രാഞ്ച് ഇയാളിൽ നിന്നും ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. മുഖ്യപ്രതി നാരായണദാസിന്റെ ഇടപെടലിൽ കെ സതീഷ് മൊഴിയും നൽകിയിട്ടുണ്ടെന്നാണ് കിട്ടുന്ന വിവരം. പക്ഷേ ഈ നിമിഷം വരെയും ഈ നാരായണദാസ് എന്ന് പറയുന്ന കക്ഷിയെ പിടികൂടാൻ നേരത്തെ എക്സൈസിനും കഴിഞ്ഞില്ല, ഇപ്പോൾ പോലീസിനും കഴിഞ്ഞില്ല. മറ്റൊന്ന്, ഇതിലെ പ്രധാനപ്പെട്ട ആരോപണ വിധേയരിൽ ഒരാളായ ലിവിയ ദുബായിലേക്ക് കടന്നു എന്നുള്ളതാണ് വിവരം. പോലീസ് ഈ കേസ് ഏറ്റെടുത്തതിന് പിന്നാലെയാണ് ഇവർ ദുബായിലേക്ക് കടന്നത്. ഷീല സണ്ണിയുടെ മരുമകളുടെ അനുജത്തിയാണ് ലിവിയ. ഇതേസമയം ഷീല സണ്ണിയുടെ മകൻ സംഗീതും ഇപ്പോൾ രാജ്യം വിട്ടു എന്ന വിവരം വരുന്നുണ്ട്. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. അയാൾ ഒളിവിലാണ് എന്നുള്ള കാര്യം അന്വേഷണ സംഘവും സ്ഥിരീകരിക്കുന്നു. ഇവർക്കെല്ലാം ഈ വീട്ടമ്മ ജയിലിലായതിന് പിന്നിൽ നേരിട്ടോ അല്ലാതെയോ ബന്ധമുണ്ടെന്നാണ് സംശയിക്കുന്നത്. വല്ലാത്ത കേസാണിത്. മകൻ അടക്കം അമ്മയ്ക്കെതിരായി നിന്നു എന്നുള്ളതാണ് ഇതിലെ പ്രസക്തമായ കാര്യം. പോലീസ് ഈ കേസ് അന്വേഷിച്ച് തെളിയിക്കട്ടെ എന്ന് കാത്തിരുന്ന് കാണാം. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഷീല സണ്ണിയെ വ്യാജലഹരി കേസിൽ കുടുക്കിയ കേസിൽ മുൻ എക്സൈസ് ഇൻസ്പെക്ടർ കെ സതീഷിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു എസ് ശ്രീകാന്ത്. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ അന്വേഷണ ചുമതലയുണ്ടായിരുന്ന യൂണിറ്റിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ മാറ്റി. നിലവിൽ തമിഴ്നാട്ടിൽ സേവനമനുഷ്ഠിക്കുന്ന രാജേഷ് നായർക്കാണ് പകരം ചുമതല. അതേസമയം കെ രാധാകൃഷ്ണൻ എം പിയെ ചോദ്യം ചെയ്യുന്നതിലെ കാലതാമസം മൂലം അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ പ്രതിസന്ധിയുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട നിർണായക സമയത്താണ് ഇഡിയിൽ തലകൾ ഉരുളുന്നത്. അന്വേഷണ ചുമതലയുണ്ടായിരുന്ന യൂണിറ്റിൽ നിന്നും ഡെപ്യൂട്ടി ഡയറക്ടർ പി രാധാകൃഷ്ണനെ അപ്രധാനമായ മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റി. എന്നാൽ മാറ്റിയതിന്റെ കാരണം ഇനിയും വ്യക്തമല്ല. നേരത്തെ സ്വർണ്ണക്കടത്ത് കേസിൽ ഇ ഡി അന്വേഷണ വിവരങ്ങൾ ചോർന്നതിൽ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനാണ് പി രാധാകൃഷ്ണൻ. പി രാധാകൃഷ്ണന് പകരം കരുവന്നൂർ കേസ് അന്വേഷിക്കുന്ന യൂണിറ്റിന്റെ തലപ്പത്തേക്ക് നിലവിൽ തമിഴ്നാട്ടിൽ സേവനമനുഷ്ഠിക്കുന്ന രാജേഷ് നായരെ നിയോഗിച്ചിട്ടുണ്ട്. ഇ ഡി കൊച്ചി യൂണിറ്റിന്റെ പുതിയ അഡീഷണൽ ഡയറക്ടറായി രാകേഷ് കുമാർ സുമൻ IAS ഈ മാസം 20-ന് ചുമതലയേൽക്കും. അതേസമയം ആലത്തൂർ MP CPIM മുതിർന്ന നേതാവുമായ കെ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നതിലെ കാലതാമസം മൂലം അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ട്. പാർലമെന്റ് സമ്മേളനം അവസാനിച്ച ശേഷം ഹാജരാകാമെന്നാണ് കെ രാധാകൃഷ്ണൻ അറിയിച്ചിട്ടുള്ളത്. സമ്മേളനം തീരാൻ ഏപ്രിൽ ആദ്യവാരമാകും എന്നതിനാൽ അന്തിമ കുറ്റപത്രം സമർപ്പിക്കുന്നത് നീണ്ടേക്കും. എസ് ശ്രീകാന്ത്, 24, തിരുവനന്തപുരം. കയ്യേറ്റങ്ങൾക്കെതിരായ ഏറ്റവും പ്രധാനപ്പെട്ട നടപടിയാണ് ഇടുക്കി ചൊക്രമുടിയിലേതെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കളക്ടർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് സമീപകാലത്ത് അനുവദിച്ച പട്ടയങ്ങൾ ഉപയോഗിച്ചല്ല കയ്യേറ്റം നടന്നത്. ഇതനുസരിച്ച് പ്രത്യേക ടീമിനെ നിയോഗിച്ച് സർക്കാർ നടപടി സ്വീകരിച്ചു. ഒരു കയ്യേറ്റക്കാരനെയും സംരക്ഷിക്കാൻ സർക്കാരിന് താൽപ്പര്യമില്ല. വ്യാജ പട്ടയം നിർമ്മിച്ച് ഭൂമി കയ്യേറിയവർക്കെതിരെ ക്രിമിനൽ നടപടികളിലേക്ക് കടക്കാൻ ദേവികുളം സബ് കളക്ടർക്ക് നിർദ്ദേശം നൽകി. കോടതി ഇടപെടലുകൾ മുന്നിൽ കണ്ട് എല്ലാ പരിശോധനകളും പൂർത്തിയാക്കിയാണ് സർക്കാർ നടപടികളിലേക്ക് കടക്കുന്നതെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. ചക്രമുടിയിലെ അനധികൃത കയ്യേറ്റവും നിർമ്മാണ പ്രവർത്തനങ്ങളും അന്വേഷിക്കുന്നതിന് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് റവന്യൂ വകുപ്പ് മന്ത്രി തന്നെ നിർദ്ദേശം നൽകി. ഇതിനെ തുടർന്ന് സബ് കളക്ടർ ജില്ലാ കളക്ടറുടെ മുമ്പാകെ ഒരു നിർദ്ദേശം സമർപ്പിക്കുകയുണ്ടായി. ചട്ടം ലംഘിച്ചതായി കണ്ടെത്തിയിട്ടാണ് എല്ലാ നടപടികളും ക്യാൻസൽ ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട നടപടി തീരുമാനിച്ചത്. ഒരാളെയും ഒരു കൈവശക്കാരനെയും സംരക്ഷിക്കാനുള്ള ഒരു താല്പര്യവും ഗവൺമെന്റിനില്ല. RSSനെതിരെ വിമർശനം തുടർന്ന് തുഷാർ ഗാന്ധി. RSS BJPയുടെ രാഷ്ട്രീയ ആയുധമാണ്. ഗോഡ്സെയെ ഒരു വട്ടമാണ് തൂക്കിലേറ്റിയത്. RSS ചെയ്ത കാര്യങ്ങൾക്ക് അവരെ 10 വട്ടം തൂക്കിലേറ്റണം. കേരളത്തിൽ ഇത്തരം പ്രതിഷേധം പ്രതീക്ഷിച്ചില്ല എന്നും തുഷാർ ഗാന്ധി പറഞ്ഞു. The RSS would be sentenced to death 10 times over. Nathuram was hanged only once. RSS would get 10 death sentence for the crime they committed. There is so much evidence in the Kapoor Commission's report. But I'm not doing this because I'm seeking revenge for my great-grandfather's murder. I am doing this because I love my nation, my country, and I refuse to allow them to murder the soul of my nation and my country. And for that, if they want to harass me, they want to punish me, they want to intimidate me, they can try their best. I don't come from a family that gets intimidated.
കൊല്ലം കടക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉത്സവ പരിപാടിയിൽ CPM-ന്റെ വിപ്ലവഗാനം ആലപിച്ചത് ദേവസ്വം വിജിലൻസ് അന്വേഷിക്കുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും സംഭവിച്ചത് ശരിയല്ല എന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ക്ഷേത്രത്തിലെ വിപ്ലവഗാനാലാപനത്തിൽ സമൂഹമാധ്യമങ്ങളിലും വ്യാപകമായ പ്രതിഷേധമുണ്ട്. കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവത്തിലെ സംഗീത പരിപാടിയിലാണ് CPM DYFI പതാകകളുടെ പശ്ചാത്തലത്തിൽ വിപ്ലവഗാനങ്ങൾ ആലപിച്ചത്. സംഭവം വിവാദമായതിനു പിന്നാലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അന്വേഷണം പ്രഖ്യാപിച്ചു. ദേവസ്വം വിജിലൻസ് SP-യോട് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. അന്വേഷണം ഞങ്ങൾ ഉപദേശക സമിതിക്ക് നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വിജിലൻസ് SP ഉണ്ട്. SP-യെ കൊണ്ട് അന്വേഷിപ്പിക്കുവാനും ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. ഉചിതമായ തീരുമാനം ഉണ്ടാകും. കാരണം ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ്, ദേവസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നമോ കൊടിയോ പരിപാടികളോ പാടില്ല. അത് സുവ്യക്തമായ കോടതി വിധിയാണ്. അത് കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകും. ക്ഷേത്രങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ അടയാളം പാടില്ലെന്ന് കോടതി നിർദ്ദേശമുണ്ടെന്നും ഇത് പാലിക്കുന്നതിൽ കടയ്ക്കൽ ദേവി ക്ഷേത്രത്തിലെ ഉപദേശക സമിതിക്ക് വീഴ്ചയുണ്ടായെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. ഇത് ഉപദേശകരുടെ ഭാഗത്തുണ്ടായ ഒരു പിഴവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഉത്സവങ്ങൾ സംഘടിപ്പിക്കുന്ന ഉപദേശക സമിതിയാണ്. ആ ഉപദേശക സമിതിയോട് നമ്മൾ നോട്ടീസ് കൊടുത്ത് വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അന്വേഷണവും നടത്തുന്നുണ്ട്. ഇതിൽ കുറ്റക്കാരെന്ന് വന്നാൽ കൃത്യമായ നടപടി ഉണ്ടാവും. ക്ഷേത്ര പരിപാടിയെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് CPM ഉപയോഗിച്ചുവെന്നാരോപിച്ച് വിവിധ ഹിന്ദു സംഘടനകളും കോൺഗ്രസും രംഗത്ത് വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് ദേവസ്വം ബോർഡിന്റെ ഇടപെടൽ. എന്നാൽ സദസ്സിൽ നിന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഗായകൻ അലോഷി പാടിയെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ വിശദീകരണം. 24 കൊല്ലം. കൊല്ലം കടക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാനാലാപന വിവാദത്തിൽ CPM-നെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ബോധപൂർവം പ്രശ്നങ്ങളുണ്ടാക്കി CPM BJPക്ക് ഇടമൊരുക്കുകയാണെന്ന് VD സതീശൻ ആരോപിച്ചു. നാണംകെട്ട പാർട്ടിയല്ലേ ഇത്? നാണംകെട്ട പാർട്ടി. അവിടെ അതിൻ്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടായി. BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അമ്പലത്തിൽ പോയി ഇത് ചെയ്ത് അവിടെ സംഘർഷം ഉണ്ടാക്കി BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. BJP നേതാവ് PC ജോർജിന്റെ ലവ് ജിഹാദ് പ്രസംഗത്തിൽ കേസെടുക്കുന്ന കാര്യത്തിൽ പോലീസ് വീണ്ടും നിയമോപദേശം തേടും. പ്രാഥമികമായി ലഭിച്ച നിയമോപദേശത്തിൽ വ്യക്തത വരാത്ത സാഹചര്യത്തിലാണ് നീക്കം. പാലായിൽ നടന്ന ലഹരിവിരുദ്ധ സെമിനാറിലായിരുന്നു PC ജോർജിന്റെ വിവാദ പരാമർശം. മീനച്ചിൽ താലൂക്കിൽ മാത്രം 400 പെൺകുട്ടികളെ ലവ് ജിഹാദിലൂടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നായിരുന്നു PC ജോർജിന്റെ പ്രസംഗം. അതേസമയം PC ജോർജിന്റെ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് യൂത്ത് ലീഗ് കോടതിയെ സമീപിച്ചേക്കും. സർക്കാർ കരാറുകളിൽ മുസ്ലിം വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്താൻ കർണാടക സർക്കാർ തീരുമാനത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. 2 കോടിക്ക് താഴെയുള്ള കരാറുകളിലാണ് സംവരണം ഏർപ്പെടുത്തുന്നത്. നീക്കത്തിനെതിരെ BJP രംഗത്തെത്തി. സർക്കാർ കരാറുകളിൽ മുസ്ലിം വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തുമെന്ന കർണാടക സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനം വിവാദമായിരുന്നു. പിന്നാലെ ഈ നീക്കത്തിൽ നിന്ന് സിദ്ധരാമയ്യ സർക്കാർ പിന്നോട്ടു പോകുമെന്ന് പ്രതീക്ഷിച്ചിടത്താണ് തീരുമാനത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയത്. സർക്കാർ കരാറുമായി ബന്ധപ്പെട്ട KTPP ആക്ട് ഭേദഗതി ചെയ്താണ് മുസ്ലിം സംവരണം ഏർപ്പെടുത്തുന്നത്. 2 കോടിയിൽ താഴെ വരുന്ന കരാറുകളിൽ 4% സംവരണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കാണ് നിലവിൽ സംവരണമുള്ളത്. മുസ്ലിം കോൺട്രാക്ടർമാർ സംവരണ ആവശ്യവുമായി മുഖ്യമന്ത്രിയെ കണ്ടിരുന്നു. തീരുമാനത്തിനെതിരെ വലിയ വിമർശനമാണ് BJP ഉയർത്തുന്നത്. സർക്കാരിൻ്റേത് മുസ്ലിം പ്രീണനമാണെന്നും സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. 24 ചെന്നൈ. ലഹരിമരുന്ന് കേസിൽ പഞ്ചാബിൽ നിന്ന് പിടിയിലായ 2 ടാൻസാനിയൻ വിദ്യാർത്ഥികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മലയാളികളിൽ നിന്നും പണമെത്തിയതായി പോലീസ് കണ്ടെത്തി. ഈ പ്രതികളാണ് മലയാളികൾക്ക് ലഹരി കൈമാറുന്നതിലെ പ്രധാനികൾ എന്ന് പോലീസ് പറയുന്നു. പ്രതികളെ ഉടൻ കോടതിയിൽ ഹാജരാക്കും. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നു. രാഹുൽ, ഈ പിടിയിലായ ടാൻസാനിയൻ വിദ്യാർത്ഥികളെ വിശദമായി ചോദ്യം ചെയ്യുകയായിരുന്നു. അതിൽ നിന്ന് നിർണായകമായ വിവരങ്ങൾ ലഭ്യമാകുന്നു. ഈ ലഹരിക്കണ്ണിയിലെ മലയാളികളുടെ സാന്നിധ്യം എങ്ങനെയാണ് എന്നതിൽ കൂടുതൽ വ്യക്തത വരുന്നു എന്ന് മനസ്സിലാക്കുന്നു. അന്വേഷണ സംഘം വിശദീകരിക്കുന്നത് എന്ത് രാഹുൽ? ടാൻസാനിയൻ വിദ്യാർത്ഥികളെ ഇന്നലെ വൈകിട്ട് 6 മണിയോടെയാണ് കോഴിക്കോട് എത്തിച്ചത്. ഏതാണ്ട് 18 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ അല്പസമയത്തിനുള്ളിൽ കുന്ദമംഗലത്തെ കോടതിയിൽ പ്രതികളെ ഹാജരാക്കും. ഈ 18 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിലാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത്. കുന്ദമംഗലം പോലീസും അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജ് ACPയുടെ നേതൃത്വത്തിലുമാണ് ഈ ചോദ്യം ചെയ്യൽ നടത്തിയത്. മലയാളികളിൽ നിന്നും ഈ 2 പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയിട്ടുണ്ട് എന്നതാണ് കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വരികയാണെങ്കിൽ ഈ പ്രതികൾ മുമ്പും മലയാളികളായ ആളുകൾക്ക് ലഹരി മരുന്ന് കൈമാറിയിട്ടുണ്ട്. ആ കൈമാറിയതിന്റെ പണമാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ലഭിച്ചത് എന്നാണ് പറയുന്നത്.
ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിച്ച പണം ഉടൻ തന്നെ വിവിധ ATMകളിൽ നിന്നും പ്രതികൾ പിൻവലിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ രണ്ട് പ്രതികളുടെയും ബാങ്ക് അക്കൗണ്ടിലേക്ക് ആരൊക്കെയാണ് പണം അയച്ചത് എന്നതാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. പണം അയച്ച മുഴുവൻ മലയാളികളെ കേന്ദ്രീകരിച്ചും ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരെ കണ്ടെത്തിയ ശേഷം ഇവരെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. അത് മാത്രമല്ല, അറസ്റ്റിലായ ഡേവിഡ് എൻഡമി ടാൻസാനിയയിലെ ജഡ്ജിയുടെ മകനാണെന്ന കാര്യം കൂടി ഈ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും കൂടുതൽ മലയാളികൾ ഈ ലഹരിക്കടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് സ്ഥിരീകരിച്ചുകൊണ്ട് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പ്രതികരണം നടത്തുന്നത്. അതുമാത്രമല്ല, കൂടുതൽ കസ്റ്റഡിക്ക് വേണ്ടി കസ്റ്റഡി അപേക്ഷ നൽകാനും പോലീസ് ഈ ഘട്ടത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കുന്നമലത്തെ കോടതിയിലായിരിക്കും ഈ പ്രതികളെ ഹാജരാക്കുക. അതിനുശേഷമായിരിക്കും വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകാൻ പോകുന്നതും. രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിൽ ഇറങ്ങിയ കടുവ കൂട്ടിൽ കുടുങ്ങിയില്ലെങ്കിൽ മയക്കുവെടിവെച്ച് പിടികൂടുന്നത് ആലോചിക്കുമെന്ന് വനംവകുപ്പ്. കടുവയുടെ കാലിൽ കണ്ടെത്തിയ പരിക്ക് കുരുക്കിൽ വീണുണ്ടായതാണ് എന്നാണ് സംശയം. വനംവകുപ്പ് വെറ്റിനറി ഡോക്ടർ നേരിട്ടെത്തി കടുവയെ പരിശോധിക്കും. ജനവാസ മേഖലയ്ക്ക് സമീപം കഴിഞ്ഞ ദിവസം കണ്ടതിന് 300 മീറ്റർ അകലെയാണ് കടുവ നിലവിലുള്ളത്. തീർത്തും അവശനിലയിലുള്ള കടുവയ്ക്ക് അധിക ദൂരം സഞ്ചരിക്കാൻ കഴിയില്ല. കാലിനേറ്റ പരിക്ക് കെണിയിൽ കുടുങ്ങി ഉണ്ടായതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. 2 ദിവസത്തിനുള്ളിൽ കടുവ കൂട്ടിൽ കയറിയില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടാനാണ് വനംവകുപ്പിന്റെ നീക്കം. കൂടിൻ്റെ വളരെ തൊട്ടടുത്ത് തന്നെയാണ്, ഒരു 300 മീറ്റർ അടുത്ത് തന്നെയാണ്. അപ്പോൾ കൂട്ടിൽ കയറുന്നുള്ളൊരു വിശ്വാസത്തിൽ തന്നെ നമ്മൾ നിൽക്കുന്നു. ഫർദർ നമ്മൾ ഇന്ന് എങ്ങനെയാണെന്നൊന്ന് ചെക്ക് ചെയ്യും. അവിടെ തന്നെയാണെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകും. വെറ്റിനറി ഡോക്ടർ നേരിട്ടെത്തി കടുവയെ പരിശോധിക്കും. എരുമേലി റേഞ്ച് ഓഫീസർ കെ ഹരിലാലിന്റെ നേതൃത്വത്തിലുള്ള 15 സംഘമാണ് മേഖലയിൽ നിരീക്ഷണം നടത്തുന്നത്. കടുവ ജനവാസ മേഖലയിൽ തന്നെ തുടരുന്നതിനാൽ നാട്ടുകാർക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. കുരങ്ങ് ശല്യത്തിൽ പൊറുതിമുട്ടുകയാണ് കോഴിക്കോട് വിലങ്ങാട്ടെ തെങ്ങ് കർഷകൻ. 200ഓളം കുരങ്ങുകൾ കൃഷിയിടത്തിലെത്തുന്നു എന്നാണ് ഇന്ദിരാനഗർ സ്വദേശി പുതുപ്പള്ളി ജോഷിയുടെ പരാതി. അധികൃതർ ഇടപെടാതെ വന്നതോടെ 18 തെങ്ങുകളുടെ മുകൾ ഭാഗം വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് ഈ കർഷകൻ. വിലങ്ങാട് ഇന്ദിരാനഗർ സ്വദേശി ജോഷിക്ക് ഒരു കാലത്ത് തെങ്ങുകളിൽ നിന്നും നല്ല കായ്ഫലം ലഭിച്ചിരുന്നു. പക്ഷേ കുറച്ചു കാലമായി വീട്ടിലെ കറിക്കരയ്ക്കാൻ പോലും തേങ്ങ കിട്ടാതായി. അതിന് കാരണം വാനരപ്പടയാണ്. കാട് വിട്ട് നാട്ടിലേക്ക് ഇറങ്ങുന്നത് 100 മുതൽ 200 വരെയുള്ള കുരങ്ങുകൾ. തേങ്ങ കിട്ടുന്നില്ല, പക്ഷേ കുരങ്ങുകളുടെ നല്ല തേങ്ങായേറ് കിട്ടാറുണ്ടെന്ന് ജോഷി പറയുന്നു. കുരങ്ങിന്റെ ശല്യം അതിരൂക്ഷമായിരിക്കുകയാണ്. മറ്റു മൃഗങ്ങളിലെ പന്നിയുടെ ഉണ്ട്, മുള്ളന്റെ ഉണ്ട്, മറ്റെല്ലാ മൃഗങ്ങളുടെ ഉണ്ട്. എങ്കിൽ തന്നെ ഈ കുരങ്ങിന്റെ ശല്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഭയങ്കരമാണ്. ഇതിന് നമുക്ക് ഒന്നും ചെയ്യാനും ആവുന്നില്ല. ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരു ടീം പോയി കഴിയുമ്പോൾ അടുത്ത ബറ്റാലി ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവരുടെ ശല്യം കൊണ്ട് ഒരു നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ തേങ്ങയായി കഴിഞ്ഞ് കൃഷിയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു തേങ്ങ പോലും ചെലവിന് പോലും തേങ്ങ കിട്ടുന്നില്ലെന്നായി. ഇപ്പോൾ ഞാൻ പൈസ കൊടുത്തിട്ടാണ് വെളിച്ചെണ്ണയും വാങ്ങുന്നത്, തേങ്ങയും വാങ്ങുന്നത്. ശല്യം സഹിക്കാതെ വന്നതോടെ ജോഷി അറ്റകൈ പ്രയോഗം നടത്തി. 22 തെങ്ങുകളിൽ 18 എണ്ണത്തിന്റെ മുകൾ ഭാഗം വെട്ടിനിരത്തി. അധികൃതർക്ക് പലതവണ പരാതി നൽകിയെങ്കിലും വന്യമൃഗശല്യത്തിന് പരിഹാരം കണ്ടില്ല. ഇതോടെയാണ് തെങ്ങുകൾ വെട്ടിനിരത്തിയത്. വന്യമൃഗശല്യം മൂലം കൃഷി തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണ് പ്രദേശത്തെ ഒരുപറ്റം കർഷകർ. 24 കോഴിക്കോട്. എറണാകുളം പെരുമ്പാവൂർ മേക്കപ്പാലയിൽ കിണറ്റിൽ വീണ കാട്ടാനക്കുട്ടിയെ വനപാലകരും നാട്ടുകാരും ചേർന്ന് കരകയറ്റി. കുട്ടിയാനയ്ക്കൊപ്പം ഉണ്ടായിരുന്ന കാട്ടാനകൾ നാട്ടുകാരുടെയും വനവകുപ്പിന്റെയും വാഹനങ്ങൾ തകർക്കാൻ ശ്രമിച്ചു. തലനാരിഴയ്ക്കാണ് ബൈക്ക് യാത്രികൻ രക്ഷപ്പെട്ടത്. ഇന്ന് പുലർച്ചെ 4 മണിയോടെയാണ് മേക്കപ്പാലയിൽ സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലെ ഉപയോഗശൂന്യമായ കിണറ്റിൽ കുട്ടിയാന വീണത്. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ ലഹരി കേസിലെ പ്രധാനി കൊല്ലം സ്വദേശിയായ 3ാം വർഷ വിദ്യാർത്ഥിയെന്ന് പോലീസ്. ഇയാൾ ഒളിവിലാണ്. കഞ്ചാവ് എത്തിച്ചത് ഇയാൾക്ക് വേണ്ടിയെന്ന് പ്രതികളായ ആഷിഖും ഷാലിക്കും മൊഴി നൽകിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, വളരെ പ്രധാനപ്പെട്ട വിവരമാണിത്. എന്താണ് ഈ മൊഴിയിൽ നിന്ന് മനസ്സിലാക്കുന്നത്? ഈ വിദ്യാർത്ഥിയെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെ? ഈ കളമശ്ശേരി പോളിടെക്നിക്കിലെ ലഹരിവേട്ടയുമായി ബന്ധപ്പെട്ട ഏറ്റവും സുപ്രധാനമായ വിവരമാണ് പുറത്തു വരുന്നത്. അതായത് ഈ കഞ്ചാവ് എത്തിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഒരു 3ാം വർഷ വിദ്യാർത്ഥിക്ക് വേണ്ടി എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതുമായി ബന്ധപ്പെട്ടൊരു മൊഴിയാണ് ഇന്ന് പിടിയിലായ ആഷിഖും ഷാലിക്കും പോലീസിന് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ റെയ്ഡ് നടക്കുന്ന സമയത്തോ ആ ഘട്ടത്തിലോ ഇയാൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പണം, ഈ ലഹരി വാങ്ങുന്നതിന് വേണ്ടിയുള്ള പണം കൈമാറിയത്, ഒരു ബൾക്ക് എമൗണ്ടായി കൈമാറിയത് അത് ഈ 3ാം വർഷ വിദ്യാർത്ഥിയാണ്. ഇയാൾ ഒളിവിലാണ്. ഇയാളെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം
ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ പിടികൂടുമെന്നാണ് മനസ്സിലാകുന്നത്. ഇയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഡീറ്റെയിൽസുകളൊക്കെ എടുക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ പോലീസ് ഉള്ളത്. ഇയാൾക്ക് വേണ്ടി മുൻപും ഇവിടെ ഇത്തരത്തിൽ ലഹരി എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ആഷിഖും ഈ ഷാലിക്കും നൽകിയിട്ടുള്ള മൊഴി. ആലുവ സ്വദേശിയായ ആലുവയിൽ താമസിക്കുന്ന ഒരു ഇതര സംസ്ഥാനക്കാരനിൽ നിന്നാണ് ഇത്തരത്തിൽ ബൾക്കായി ഈ ലഹരി എത്തിച്ചതെന്നും പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. അയാൾക്കായുള്ള അന്വേഷണവും നടത്തുന്നു. ഈ പോളിടെക്നിക് ഹോസ്റ്റലിലേക്ക് ലഹരി എത്തിച്ചത് ഒരു 3ാം വർഷ വിദ്യാർത്ഥിയാണ്. ആ വിദ്യാർത്ഥിയുടെ ആദ്യം മുകളിലത്തെ നിലയിലാണ് ലഹരി എത്തിച്ചത്, ഈ പാക്കറ്റിലായുള്ള കഞ്ചാവ് എത്തിച്ചത്. അതിനുശേഷം അത് പിന്നീട് ഈ ആകാശിൻ്റെ മുറിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അവിടെ വെച്ചാണിത് പാക്ക് ചെയ്യാനുള്ള നടപടി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടന്നത്. ആകാശ് ഈ വിവരം ഇതിപ്പോൾ നേരത്തെ ചില ആരോപണങ്ങളൊക്കെ വരുന്നു അവിടെ കൊണ്ടുവന്ന് വെച്ചതാണ് എങ്കിൽ എന്തുകൊണ്ട് ഈ വിവരം പുറത്തു പറഞ്ഞില്ല എന്നൊരു പ്രശ്നം അവിടെ നിൽക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ആരുടെയെങ്കിലും മുറിയിൽ ലഹരി വസ്തുക്കൾ കണ്ടാൽ അത് ഉടനെ പോലീസിൽ അറിയിക്കുക എന്നുള്ളതാണ് നിയമവ്യവസ്ഥയിൽ പറയുന്നത്. അതല്ല എങ്കിൽ അതിൻ്റെ ആ സാന്നിധ്യം, ആ മുറിയിൽ ആരാണ് ഉണ്ടായിരുന്നത് അയാളുടെ പേരിലേക്ക് കേസ് വരും. അതോടൊപ്പം തന്നെ ഈ പോലീസ് പരിശോധന നടത്തുന്ന ഘട്ടത്തിൽ ഈ ആകാശിനെ തേടി ഒരു ഫോൺ കോളും എത്തിയിരുന്നു. അപ്പോൾ ആകാശിന് വിവരങ്ങളൊക്കെ അറിയാമായിരുന്നു എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു വിലയിരുത്തൽ. പക്ഷേ ആകാശിനും അപ്പുറത്ത് ഈ കേസിലെ ഏറ്റവും പ്രധാനി, അതായത് ഈ കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നതിലെ പ്രധാനി അവിടുത്തെ ഒരു 3ാം വർഷ വിദ്യാർത്ഥിയാണ്, കൊല്ലം സ്വദേശിയാണ്. അയാളെ പിടികൂടാനുള്ള നടപടിയിലേക്ക് 3ാം വർഷ വിദ്യാർത്ഥി അവിടെ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥിയാണോ വിഷ്ണു? ആ ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥിയാണ്. അയാൾ കൊല്ലം സ്വദേശിയാണ്, ഹോസ്റ്റലിൽ താമസിക്കുന്ന വിദ്യാർത്ഥിയാണ്. പക്ഷേ അന്നേ ദിവസം ഇയാൾ അവിടെ ഉണ്ടായിരുന്നില്ല, കളത്തിലില്ലായിരുന്നു എന്നുള്ളതാണ് പോലീസിൽ നിന്ന് ലഭിച്ച മറുപടി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ റെയ്ഡ് നടക്കുന്ന ആ ദിവസം ആ രാത്രിയിൽ ആഷിഖും പിടിയിലായ ഷാലിക്കും ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നു. പോലീസ് വന്നതനുസരിച്ചാണ് ഇവർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികൾ ആകാശം നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഷാലിക്കും ആഷിഖും ആ ഹോസ്റ്റലിൽ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നൊരു വിവരം ലഭിക്കുകയും ഇവർ രണ്ടുപേരെയും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. ഈ 3ാം വർഷ വിദ്യാർത്ഥി അവിടെ താമസിക്കുന്നതാണ്. പക്ഷേ റെയ്ഡ് നടക്കുന്ന സമയത്ത് അയാൾ അവിടെ ഉണ്ടായിരുന്നില്ല. അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് നേരത്തെ തന്നെ ACP വ്യക്തമാക്കിയിരുന്നു. അതിൽ ഏറ്റവും നിർണായകമായ അറസ്റ്റാകാൻ പോകുന്നത് ഈ 3ാം വർഷ വിദ്യാർത്ഥിയുടേതായിരിക്കും. ശരി, വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. പോളിടെക്നിക് കോളേജിലെ ലഹരി കേസിലെ പ്രധാനി കൊല്ലം സ്വദേശിയായ 3ാം വർഷ വിദ്യാർത്ഥിയാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ്. ഇയാളിപ്പോൾ ഒളിവിലാണ്. അയാൾക്ക് വേണ്ടി അന്വേഷണം നടക്കുന്നുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന്. കഞ്ചാവ് എത്തിച്ചത് ഇയാൾക്ക് വേണ്ടി എന്ന് പ്രതികളായ ആഷിഖും ഷാലിക്കും മൊഴി നൽകിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് അതിന്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. വന്യജീവി ആക്രമണ മേഖലകളിൽ സന്നദ്ധ പ്രാഥമിക പ്രതികരണ സേനയുടെ പ്രവർത്തന മാർഗരേഖ പുറത്തിറക്കി വനംവകുപ്പ്. തിരഞ്ഞെടുത്ത അംഗങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് തലങ്ങളിൽ 2 ദിവസത്തെ പരിശീലനം നൽകും. പരിശീലനം പൂർത്തിയാക്കിയവർക്ക് സർട്ടിഫിക്കറ്റും തിരിച്ചറിയൽ കാർഡും നൽകും. 24 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ വ്യാപകമായതോടെയായിരുന്നു പ്രതിരോധ സേനയെ രൂപീകരിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി രൂപീകരിച്ച സന്നദ്ധ പ്രതിരോധ സേനയുടെ പ്രവർത്തനം സംസ്ഥാനത്ത് ആരംഭിച്ചു. തിരഞ്ഞെടുത്ത അംഗങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ 2 ദിവസത്തെ പരിശീലനം നൽകും. സർപ്പ വളണ്ടിയർമാർ, ആപ്ത വളണ്ടിയേഴ്സ്, സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെയുള്ളവരെ ആദ്യഘട്ടത്തിൽ പദ്ധതിയുടെ ഭാഗമാക്കും. ഇവർക്ക് ID കാർഡ് ഉൾപ്പെടെ നൽകും. സംസ്ഥാന ജില്ലാ തലങ്ങളിൽ സന്നദ്ധ സേനാംഗങ്ങൾ പ്രാഥമിക പരിശീലനം പൂർത്തിയാക്കി. പഞ്ചായത്ത് തലങ്ങളിൽ പരിശീലനം ഉടൻ ആരംഭിക്കും. പദ്ധതി നടപ്പിലാക്കുന്നതോടെ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഇടപെടൽ സാധ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് വനം വകുപ്പ്. AV ജയശങ്കർ, 24 പത്തനംതിട്ട. ആശാ വർക്കേഴ്സിന്റെ സമരത്തിനെതിരെ വീണ്ടും അധിക്ഷേപവുമായി CPIM. ദുഷ്ടബുദ്ധികളുടെ തലയിൽ ഉദിച്ച സമരം എന്നാണ് മുതിർന്ന CPIM നേതാവ് EP ജയരാജന്റെ ആക്ഷേപം. അതിനിടെ സമരത്തിൽ പങ്കെടുത്ത അനിത കുമാരി എന്ന ആശാ വർക്കറുടെ വീടിന് ബാങ്ക് അധികൃതർ ജപ്തി നോട്ടീസ് അയച്ചു. ആശാ വർക്കേഴ്സിന്റെ സമരം 34ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് പുതിയ അധിക്ഷേപം. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജനാണ് സമരത്തിനെതിരെ രംഗത്തെത്തിയത്. സേവന സന്നദ്ധരായിട്ടുള്ളവരെ വഴിതെറ്റിപ്പിച്ച് ഈ സേവന രംഗത്ത് നിന്ന് അവരെ പിൻവലിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ ചില ദുഷ്ടശക്തികളുടെ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ഒരു സമരമാണിത്. EP ജയരാജന്റെ പരാമർശത്തിനെതിരെ ആശാ വർക്കേഴ്സ് രൂക്ഷമായ ഭാഷയിൽ രംഗത്തെത്തി. ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇവരുടെ കൂടെ ഇവിടെ വന്ന് സമരത്തിന് ചെയ്തത്. അത് പറഞ്ഞ വ്യക്തിക്ക് ദുഷ്ടശക്തി എന്താണെന്ന് അവർക്ക് അറിയത്തില്ലല്ലോ. അവർ ഞങ്ങളെ ഇങ്ങനെ ആശമാരെ ഇങ്ങനെ ഇട്ട് പന്ത് തട്ടുമ്പോൾ അവർക്ക് തട്ടാവുണ്ട്. ദുഷ്ടശക്തികളെന്ന് പറയുന്ന ഈ വ്യക്തിക്ക് എന്ത് അവകാശമാണുള്ളത്? ഞങ്ങൾ 2 കൈയും 2 കാലുമുള്ള വ്യക്തികളാണ്. ഈ ദുഷ്ടശക്തികളെന്ന് വരുന്ന അല്പമെങ്കിലും മനസാക്ഷിയുള്ള ആൾക്കാരാണെന്ന് ഞങ്ങൾക്ക് ഇവിടെ ഐക്യദാർഢ്യം പറയാൻ വരുന്നത്.
സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പാലോട് സ്വദേശിനിയായ അനിതാകുമാരിക്ക് ജപ്തി നോട്ടീസ് വന്നു. കേരള ബാങ്കിൽ നിന്നാണ് ജപ്തി നോട്ടീസ്. സത്യം പറഞ്ഞാൽ എനിക്ക് ജീവിക്കണോ മരിക്കണോ എന്നൊരു അറിഞ്ഞൂടാത്തൊരു സാഹചര്യമാണ്. കിടക്കാടാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അത് മറ്റൊരാളോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്ത് പോൻ വഴി ചെയ്യണമെന്ന് എനിക്കിപ്പോൾ ഒന്നും അറിയില്ല. ഞാനിപ്പോൾ ആശാ വർക്കറായിട്ട് ജോലി ചെയ്യുകയാണ്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടും എല്ലാം കൊണ്ട് ഞാനിപ്പോൾ ആകെ തകർന്നു നിൽക്കുന്ന ഒരു നിലയിലാണ്. മാർച്ച് 17 സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് തയ്യാറെടുക്കുകയാണ് ആശാ വർക്കേഴ്സ്. 24 തിരുവനന്തപുരം. KSRTCയുടെ ദൈനംദിന ചെലവ് കുറയ്ക്കുന്നതിന് ക്രിയാത്മക നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് മാനേജ്മെന്റ്. ഓരോ യൂണിറ്റിലെയും വർക്ക്ഷോപ്പിലെയും ചെലവ് പരമാവധി കുറയ്ക്കാനാണ് നീക്കം. KSRTCയെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകയറ്റുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് ക്ഷണിച്ചിട്ടുള്ളത്. ട്രേഡ് യൂണിയനുകൾക്കും അതുപോലെ ജീവനക്കാർക്കുമൊക്കെ ഈ നിർദ്ദേശം സമർപ്പിക്കാം. ഈ മാസം 31 മുമ്പ് നിർദ്ദേശങ്ങൾ അയക്കാനാണ് സർക്കുലർ. എറണാകുളം തൃക്കാക്കര നഗരസഭയിൽ കൈക്കൂലി വാങ്ങിയ വിവരം നഗരസഭാ സെക്രട്ടറിയുടെയും കൗൺസിലർമാരുടെയും മുന്നിൽ സമ്മതിച്ച് ഹെൽത്ത് ഇൻസ്പെക്ടർ. നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ നിതീഷ് റോയിയാണ് കൈക്കൂലിയായി 8000 രൂപ വാങ്ങിയത്. പണം നൽകിയിട്ടും ആവശ്യപ്പെട്ട കാര്യം നടക്കാതിരുന്നതോടെ പരാതിക്കാരൻ നഗരസഭയിലെത്തിയപ്പോഴാണ് വിവരം പുറത്തറിഞ്ഞത്. കൈക്കൂലി വാങ്ങിയെന്ന് സമ്മതിക്കുന്ന വീഡിയോ 24-ന് ലഭിച്ചിട്ടുണ്ട്. 24 എക്സ്ക്ലൂസീവ്. തൃക്കാക്കര നഗരസഭയിൽ റെസിഡൻഷ്യൽ കെട്ടിടത്തിന് കൊമേഴ്സ്യൽ ലൈസൻസ് നൽകാമെന്ന് വാഗ്ദാനം നൽകിയാണ് നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ നിതീഷ് റോയ് 2 തവണയായി 8000 രൂപ കൈക്കൂലി വാങ്ങിയത്. പണം നൽകിയിട്ടും കാര്യം നടക്കാതിരുന്നതോടെ പരാതിക്കാരൻ നഗരസഭയിലെത്തി. ഇതോടെ വിവരം പുറത്തറിഞ്ഞു. പണം വാങ്ങിയ കാര്യം ഉദ്യോഗസ്ഥൻ തന്നെ സെക്രട്ടറിയുടെയും നഗരസഭാ കൗൺസിലർമാരുടെയും മുന്നിൽ വെച്ച് സമ്മതിച്ചു. മുൻപും ഇത്തരത്തിൽ ഇയാൾ പണം വാങ്ങിയിട്ടുണ്ടെന്നും അതെല്ലാം ഒതുക്കി തീർക്കുന്നുവെന്നും സെക്രട്ടറി ഇതേ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളെ പല കേസിനകത്തും ഞങ്ങൾ വിട്ടിട്ടുണ്ട്. പല കേസിനകത്തും ഏതാണ്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് നിങ്ങൾ വാങ്ങിക്കണം എന്നുള്ള ഒരു ധാർഷ്ട്യം നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. ഇപ്പോഴും നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് ധാർഷ്ട്യം. സർക്കാർ ജീവനക്കാരനായ ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയ വിവരം അറിഞ്ഞാൽ അച്ചടക്ക നടപടിക്ക് ശുപാർശ ചെയ്യണമെന്ന ചട്ടമാണ് തൃക്കാക്കര നഗരസഭയിൽ ലംഘിക്കപ്പെട്ടത്. സർക്കാർ പരിപാടിക്കെന്ന പേരിലാണ് നിതീഷ് റോയ് കൈക്കൂലി വാങ്ങിയതെന്ന് ഉദ്യോഗസ്ഥൻ തന്നെ സമ്മതിച്ചിട്ടും ഇയാൾക്കെതിരെ നടപടിയുണ്ടായിട്ടില്ല. സർക്കാർ ശമ്പളം വാങ്ങിയാലും ആർത്തി തീരാതെ പാവങ്ങളുടെ പോക്കറ്റടിക്കുന്ന ഇത്തരം കൊള്ളക്കാരെ പിരിച്ചുവിടാനാണ് നിയമങ്ങൾ ഉണ്ടാകേണ്ടത്. അല്ലെങ്കിൽ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ് വീണ്ടും സർവീസിൽ കയറി പാവങ്ങളുടെ പോക്കറ്റിന് നേരെ ഇത്തരക്കാരുടെ കൈകൾ നീളുക തന്നെ ചെയ്യും. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. 4000 റേഷൻ കടകൾ പൂട്ടാനുള്ള ശുപാർശയ്ക്കെതിരെ ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. ലാഭത്തിലാക്കാൻ അടച്ചുപൂട്ടുകയല്ല വേണ്ടതെന്ന് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി പറഞ്ഞു. റേഷൻ സാധനങ്ങളുടെ വില കൂട്ടുന്നതിൽ തെറ്റില്ല എന്നും റേഷൻ വ്യാപാരികൾ. റേഷൻ മേഖലയിലെ പ്രതിസന്ധി പഠിച്ച ശേഷമാണ് 3-അംഗ കമ്മീഷൻ സർക്കാരിലേക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. പ്രധാന ശുപാർശ സംസ്ഥാനത്തെ 14,000-ഓളം വരുന്ന റേഷൻ കടകളിൽ നഷ്ടത്തിലായ 4000 എണ്ണം അടച്ചുപൂട്ടണമെന്നതാണ്. ഇതിൽ ആശങ്കയിലാണ് റേഷൻ വ്യാപാരികളും സംഘടനകളും. ആദിവാസി മേഖലയിലും ഹരിജൻ നഗറിലുമാണ് ഈ റേഷൻ കടകൾ പ്രവർത്തിക്കുന്നതെന്നാണ് വ്യാപാരികളുടെ ഭാഗം. ഇത് സർവീസ് മേഖലയാണ് റേഷൻ മേഖല. ആദിവാസി മേഖലയിൽ, തീരദേശ മേഖലയിൽ, പിന്നെ ഹരിജൻ കോളനി, അവിടെയൊക്കെ വരുന്ന പാവങ്ങൾ അവിടെ അങ്ങ് പൂട്ടിപ്പോയാൽ കിലോമീറ്ററുകൾ താണ്ടണം. അവരുടെ ഓട്ടോറിക്ഷയ്ക്ക് പൈസ ഉണ്ടാകുമോ? അപ്പം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. റേഷൻ മേഖലയെ ലാഭത്തിലാക്കണം. അതിന് സർക്കാർ ഇടപെടണം. കടകൾ പൂട്ടി സമ്മർദ്ദത്തിലാക്കാമെന്ന് വിചാരിക്കേണ്ടതും റേഷൻ വ്യാപാരികൾ അല്ല. ഈ റിപ്പോർട്ടിൽ പഠിക്കണം. ഈ റിപ്പോർട്ടിൽ ഞങ്ങളെ കൂടി സംസാരിക്കണം. ഈ റിപ്പോർട്ട് പരിഗണിക്കേണ്ടതാണ്. പേടിപ്പിക്കൽ പരിപാടി വേണ്ട. 4000 കടങ്ങ് പൂട്ടിയാൽ ഞങ്ങളൊരു സമ്മർദ്ദാന്തരത്തിലാക്കുന്ന പരിപാടിയില്ല. അതൊന്നും വേണ്ട. റിപ്പോർട്ടിന്മേൽ വ്യാപാരികളെ ചർച്ചയ്ക്ക് വിളിക്കണമെന്നും അത് സർക്കാർ വിശദമായി പഠിക്കണമെന്നും ഓൾ കേരള റീറ്റെയിൽ ഡീലേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. അവധി ദിവസമായ ഇന്ന് ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. പുതിയ ദർശന രീതി മാത്രം നടപ്പിലാക്കാനാകില്ല എന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24-നോട് പറഞ്ഞു. ഭക്തർക്ക് പരമാവധി ദർശനം നൽകുകയാണ് ലക്ഷ്യമെന്നും PS പ്രശാന്ത് പറഞ്ഞു. അതിരാവിലെ മുതൽ നിരവധി ഭക്തർ മല ചവിട്ടി. തിരക്ക് വർദ്ധിച്ചാൽ ഫ്ലൈ ഓവറിലൂടെ ദർശനം അനുവദിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയതാണെന്നും പരമാവധി ഭക്തർക്ക് ദർശനം നൽകുകയാണ് ലക്ഷ്യമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് 24-നോട്. 2 രീതി ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. കൊടിമരച്ചോട്ടിൽ കൂടി നേരിട്ട് നമ്മൾ ദർശനം കൊടുക്കുന്നുണ്ട്. ഫ്ലൈ ഓവർ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. തിരക്ക് കൂടുന്ന സമയത്ത് ഫ്ലൈ ഓവർ കൂടി ഉപയോഗിക്കും എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു.
കുടിമരച്ചോട്ടിൽ കൂടി കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നു. പരമാവധി ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ ദർശനം കൊടുക്കുക എന്നുള്ളതാണ് ബോർഡിന്റെ പരിശ്രമം. അതിനായിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബലിക്കലിന് സമീപത്തെ പാതയിലൂടെ ദർശനം നടത്തുന്ന ഭക്തർക്ക് കൂടുതൽ സമയം അയ്യപ്പനെ കാണാൻ അവസരം ലഭിക്കുന്നുണ്ട്. മീനമാസ പൂജകൾ പൂർത്തിയാക്കി 19-ന് ഹരിവരാസനം ചൊല്ലി നടയടയ്ക്കും. 24 പത്തനംതിട്ട. പത്തനംതിട്ട അട്ടത്തോടിന് സമീപം ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടു. തീർത്ഥാടകരുടെ വാഹനം പാർക്ക് ചെയ്ത വാഹനത്തിൽ ഇടിച്ചു കയറുകയായിരുന്നു. വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന് കാരണം എന്നാണ് മനസ്സിലാക്കുന്നത്. എ വി ജയശങ്കർ വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ജയശങ്കർ, വിശദാംശങ്ങൾ എന്താണ്? അപകടത്തിന്റെ കാരണം സംബന്ധിച്ച് വ്യക്തത വരുന്നുണ്ടോ ജയശങ്കർ? ആ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. പത്തനംതിട്ട അട്ടത്തോടിന് സമീപത്താണ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. തീർത്ഥാടകരുടെ വാഹനം പാർക്ക് ചെയ്ത മറ്റൊരു വാഹനത്തിൽ ഇടിച്ചു കയറുകയായിരുന്നു. എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജയശങ്കർ, വിശദാംശങ്ങൾ എന്താണ് ജയശങ്കർ? ശബരിമല അട്ടത്തോടിന് സമീപമാണ് ഇത്തരത്തിൽ വാഹനാപകടം ഉണ്ടായത്. ശബരിമല ദർശനം കഴിഞ്ഞ് വരികയായിരുന്ന തീർത്ഥാടകരുടെ വാഹനം പാർക്ക് ചെയ്ത മറ്റൊരു വാഹനത്തിൽ ഇടിച്ചു കയറുകയായിരുന്നു. വണ്ടിയുടെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകട കാരണമെന്ന് മനസ്സിലാവുന്നത്. SUV കാറാണ് ഇത്തരത്തിൽ ബ്രേക്ക് നഷ്ടപ്പെട്ട മറ്റൊരു. സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സി വഴി യാത്ര ചെയ്യുന്ന വിനോദസഞ്ചാരികളിൽ നിന്ന് തൊഴിലാളി യൂണിയനുകളിൽപ്പെട്ട ടാക്സി ഡ്രൈവേഴ്സ് നോക്കുകൂലി വാങ്ങുന്നുവെന്ന ആരോപണം. ഓൺലൈൻ ടാക്സി വിളിച്ചതിന് ഉത്തർപ്രദേശ് സ്വദേശിയിൽ നിന്ന് വാങ്ങിയത് 1500 രൂപയാണ്. ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സ് സംസ്ഥാനത്ത് നേരിടുന്നത് കടുത്ത തൊഴിൽ വിവേചനം എന്ന ആക്ഷേപം ശക്തമാണ്. ഓൺലൈൻ ടാക്സി സർവീസ് തുടങ്ങിയ നാൾ മുതൽ സംസ്ഥാനത്ത് ഇന്ന് വരെ ഉണ്ടായത് എണ്ണമറ്റ സംഘർഷങ്ങൾ. എനിക്ക് തൊഴിലെടുക്കാനുള്ള അവകാശം എനിക്കുണ്ട്. അത് ഞാൻ എടുക്കുന്നുണ്ട്. ആര് തീരുമാനം അത് തീരുമാനം കേരളത്തിൽ എവിടെ നിന്നും ഓൺലൈൻ ടാക്സി ജീവനക്കാർക്ക് ട്രിപ്പുകൾ എടുക്കാമെന്ന് ഹൈക്കോടതി വിധിയുണ്ട്. എന്നിട്ടും ഓൺലൈൻ ടാക്സിക്കാരും സാധാരണ ടാക്സിക്കാരും തമ്മിൽ തർക്കങ്ങൾ രൂക്ഷമാണ്. മൂന്നാർ, ആലപ്പുഴ അടക്കമുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണ് എപ്പോഴും പ്രശ്നങ്ങൾ. കഴിഞ്ഞ ദിവസമാണ് അയോധ്യയിൽ നിന്ന് അശ്വിനി കുമാറും ഭാര്യയും മൂന്നാറിലെത്തിയത്. നോക്കുകൂലി തന്നാൽ മാത്രമേ ഓൺലൈൻ ടാക്സിയിൽ യാത്ര ചെയ്യാൻ അനുവദിക്കൂ എന്ന് ഭീഷണിപ്പെടുത്തി ഒരു ട്രേഡ് യൂണിയൻ ടാക്സി ഡ്രൈവർ വാങ്ങിയത് 1500 രൂപ. He asked me give me 2000 rupees. I was just trying to give him some 500 rupees so that he can just give my luggage to put my Ola driver. So he said no, without 2000 no. So I said okay, let's close it on 1500 rupees. So he took me 1500 rupees. I have given 1500 rupees cash. യൂബർ, ഒല, റാപ്പിഡോ, യാത്രി, കേരള സഫാരി തുടങ്ങി പ്രധാനപ്പെട്ട 5 ഓൺലൈൻ ടാക്സി സർവീസുകളാണ് സംസ്ഥാനത്തുള്ളത്. രാഷ്ട്രീയ ഭേദമില്ലാതെ രൂപീകരിച്ച ഓൺലൈൻ ടാക്സി ഡ്രൈവേഴ്സിന്റെ OTDU എന്ന സംഘടനയാണ് വിഷയത്തിൽ പ്രതിഷേധവുമായി വന്നിട്ടുള്ളത്. ഒരു കാരണവശാലും ഓൺലൈൻ ടാക്സി ഡ്രൈവർമാരും സാധാരണ ടാക്സി ഡ്രൈവർമാരും റോഡിൽ കിടന്ന് തല്ലുപിടിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോകാൻ പാടില്ല. ഇതിനകത്ത് കസ്റ്റമറിനും ഡ്രൈവർമാർക്കും പീസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് നമുക്ക് വേണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ബഹുരാഷ്ട്ര ഓൺലൈൻ ടാക്സി സർവീസുകൾ പ്രാദേശിക ടാക്സി തൊഴിലാളികളെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന് കേരളീയം ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ കുറ്റപ്പെടുത്തി. നോക്കുകൂലി പോലുള്ള സംഭവങ്ങൾ അപലപിക്കുന്നുവെന്ന് സംസ്ഥാന അധ്യക്ഷൻ മനോജ്. നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നവർ ആരാണേലും, ഈ നോക്കുകൂലിയോ അല്ലെങ്കിൽ അധികമായി പൈസ വാങ്ങുന്നവർ ആരാണേലും നിയമത്തിന് മുന്നിൽ എത്തിക്കണം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഈ പരമ്പരാഗത തൊഴിലാളികളെയും യൂബർ അല്ലെങ്കിൽ ഇതുപോലുള്ള ഓൺലൈൻ സംവിധാനങ്ങളിലെ ടാക്സി ഡ്രൈവർമാരും തമ്മിൽ ഈ പ്രശ്നമുണ്ടാകുന്ന കാര്യം പരിഹരിക്കണം. ഈ സർക്കാരിനെ പറ്റുള്ളൂ. ടാക്സി ചാർജിന്റെ കാര്യത്തിൽ ഏകീകൃതമായ സ്വഭാവം കൊണ്ടുവരാൻ സർക്കാർ ഇടപെടണമെന്നാണ് ഇവർക്ക് പറയാനുള്ളത്. തിണ്ണമിടുക്ക് കാണിക്കുവാനും താൻ പോരിമ കാണിക്കുവാനും നമ്മുടെ വിനോദസഞ്ചാര മേഖലയിലെ ഒരു കൂട്ടം ഡ്രൈവർമാർ നടത്തുന്ന വ്യഗ്രതയുണ്ടല്ലോ, അത് തകർത്ത് കളയുന്നത് ഒരു ജനതയുടെ ഒന്നാകെ ടൂറിസം സ്വപ്നങ്ങളെ കൂടിയാണ്. ക്യാമറമാൻ വിഷ്ണു കച്ചേരിക്കും സാരഥി പ്രണവിനുമൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. കോൺഗ്രസ് പ്രാദേശിക നേതാവിനെതിരായ ലൈംഗികാതിക്രമ കേസ് പോലീസ് അട്ടിമറിച്ചെന്ന ആരോപണം. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടും പ്രതിയെ അറസ്റ്റ് ചെയ്യാതെയാണ് പോലീസിന്റെ സഹായം. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗം ദേവരാജനെയാണ് ഉദയംപേരൂർ പോലീസ് നിയമവിരുദ്ധമായി സംരക്ഷിക്കുന്നത്. അപ്പോൾ ഒരു സിനിമാ നടി കൊടുത്ത പരാതിക്ക് മാത്രമേ നടപടി ഉണ്ടാകത്തുള്ളൂ. ഞാനൊരു സാധാരണക്കാരിയാണ്. അപ്പോൾ സാധാരണക്കാർക്ക് നീതി കിട്ടത്തില്ലേ ഇവിടെ? അതാണ് എനിക്ക് അറിയാനുള്ളത്. സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ ഉദയംപേരൂർ പോലീസിനോട് ചോദിക്കുന്ന ചോദ്യമാണിത്. ലൈംഗിക അതിക്രമം നടത്തുകയും നാട്ടുകാരുടെ മുന്നിൽ മോശക്കാരിയാക്കാൻ ശ്രമം നടത്തുകയും ചെയ്തുവെന്ന് പരാതി നൽകിയിട്ടും
കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി അംഗമായ പ്രതി ദേവരാജനെ ഉദയംപേരൂർ പോലീസ് സംരക്ഷിക്കുന്നുവെന്നാണ് വീട്ടമ്മയുടെ പരാതി. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടും പ്രതിക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്നതിനായി ഉദയംപേരൂർ പോലീസ് ഒളിച്ചു കളിക്കുകയാണെന്നാണ് വീട്ടമ്മ പറയുന്നത്. ഇതേ വകുപ്പ് പ്രകാരമായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുക്കുകയും ജയിലിലടയ്ക്കുകയും ചെയ്തത്. സമാന പരാതിയിലാണ് ഉദയംപേരൂർ പോലീസ് പ്രതിയെ സംരക്ഷിക്കുന്നത്. പരാതിയുടെ വിവരമറിയാൻ സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ കൃത്യമായി വിവരം നൽകാൻ പോലും പോലീസ് തയ്യാറാകുന്നില്ല എന്നും പരാതിക്കാരി പറയുന്നു. സിനിമാക്കാർക്കും ഉന്നത ബന്ധമുള്ളവർക്കും ലഭിക്കുന്ന പരിഗണന നിയമത്തിന്റെ മുന്നിൽ സാധാരണക്കാർക്കും ലഭിക്കേണ്ടതില്ലേ എന്നാണ് ഈ വീട്ടമ്മ ഉദയംപേരൂർ പോലീസിനോട് ചോദിക്കുന്നത്. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. കണ്ണൂരിൽ വീണ്ടും ക്ഷേത്രോത്സവത്തിനിടെ രാഷ്ട്രീയ പ്രചാരണവുമായി CPIM-ഉം RSS-ഉം. കതിരൂർ പുല്യോട് ശ്രീകുറുമ്പ ക്ഷേത്രത്തിലാണ് രാഷ്ട്രീയ ചിഹ്നങ്ങളുമായി ഇരുവിഭാഗങ്ങളുടെയും കലശം വരവ് നടന്നത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. അരുൺ, വിവരങ്ങൾ എന്താണ്? അറിജിത്ത്, കഴിഞ്ഞ ദിവസമാണ് കണ്ണൂർ മുഴപ്പിലങ്ങാട് സമാനമായി ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന കലശം വരവിനിടെ RSS CPM പ്രവർത്തകർ ഏറ്റുമുട്ടിയത്. അത് വലിയ സംഘർഷത്തിലേക്ക് ഉൾപ്പെടെ പോയിരുന്നു. അവിടെ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി RSS-ഉം അതോടൊപ്പം തന്നെ CPM-ഉം അവരുടെ ഒരു മത്സരം എന്നോണം കലശം വരവ് സംഘടിപ്പിച്ചു. അങ്ങനെ അതിനിടെ സംഘർഷമുണ്ടായി. അതിന് പിന്നാലെ ഇത്തരത്തിൽ ക്ഷേത്രങ്ങളിൽ ഈ രാഷ്ട്രീയ പ്രചരണത്തിന് ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ ഉപയോഗിക്കരുത് എന്ന തരത്തിലുള്ള പൊതു വിമർശനങ്ങളും അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഉയർന്നു വന്നിരുന്നു. ഇന്നലെയാണ് കതിരൂർ പുല്യോട് ശ്രീകുറുമ്പ ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ ക്ഷേത്രോത്സവത്തിൻ്റെ ഭാഗമായി വീണ്ടും ഇരുവിഭാഗങ്ങളും മത്സരിച്ച് ഈ കലശമരവിൻ്റെ ഭാഗമായുള്ള ഒരു മത്സരം, അതായത് പരമാവധി ശക്തി പ്രകടനം എന്ന രീതിയിലൊക്കെയാണ് നടന്നത്. പക്ഷെ മറ്റ് സംഘർഷങ്ങളിലേക്കൊന്നും പോയില്ല. ക്ഷേത്രത്തിൽ ഇരുവിഭാഗങ്ങളും ക്ഷേത്രത്തിനകത്ത് കയറി അവരുടെ രാഷ്ട്രീയ ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള കൊടികളും മറ്റുമൊക്കെ വീശുകയും മുദ്രാവാക്യം വിളിക്കുന്ന രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഈ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഒന്നും ഒരു രാഷ്ട്രീയ പ്രചാരണത്തിനും ഉപയോഗിക്കേണ്ടതല്ല. അത് പൂർണ്ണമായും ഭക്തർക്ക് അവരുടെ ഈ ആരാധന നിർവഹിക്കേണ്ട സ്ഥലങ്ങളാണ്. അത്തരമിടങ്ങളിലാണ് ഇത്തരം രാഷ്ട്രീയ പ്രചാരണങ്ങളും ശക്തി പ്രകടനങ്ങളൊക്കെ നടക്കുന്നത്. അത് പലപ്പോഴും കണ്ണൂരിൽ സംഘർഷത്തിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഈ കതിരൂർ ഇതേ ക്ഷേത്രത്തിൽ തന്നെ കഴിഞ്ഞ തവണ സംഘർഷാവസ്ഥ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മുഴപ്പിലങ്ങാടും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അതിനെതിരെ പൊതു വിമർശനവും ഉണ്ടായിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ ഇരുവിഭാഗങ്ങളും ചേരിതിരിഞ്ഞ് വെല്ലുവിളിയും അതോടൊപ്പം തന്നെ പ്രകോപനവും തുടരുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ക്ഷേത്രങ്ങളുടെ പരിസരത്ത് എന്തെങ്കിലും ഒരു നല്ല ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ നല്ലൊരു അന്തരീക്ഷം അതൊരുക്കില്ല എന്നുറപ്പാണ്. ശ്രീജിത്ത്. ശരി, അരുൺ പൂപ്പറമ്പ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. കോഴിക്കോട് ചെക്യാട് പ്രായപൂർത്തിയാകാത്ത മകന് കാർ ഓടിക്കാൻ നൽകിയ പിതാവിനെതിരെ കേസ്. വേവം സ്വദേശി നൌഷാദിനെതിരെയാണ് കേസെടുത്തത്. മകൻ കാർ ഓടിക്കുന്നത് ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിലാണ് സംഭവം. ചെക്കിയാട് വേവം സ്വദേശി നൌഷാദ് തന്റെ 13 വയസ്സ് പ്രായമുള്ള മകന് കാർ ഓടിക്കാൻ നൽകുകയായിരുന്നു. വീടിന്റെ തൊട്ടു മുന്നിലുള്ള റോഡിൽ വെച്ചായിരുന്നു കുട്ടിയുടെ ഡ്രൈവിംഗ്. ശേഷം ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച് റീലാക്കി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് പോലീസിന്റെ ശുഭയാത്ര പോർട്ടലിലേക്ക് ഈ ദൃശ്യങ്ങൾ സഹിതം പരാതി എത്തിയത്. പിന്നാലെ നൌഷാദിനെതിരെ വളയം പോലീസ് കേസെടുത്തു. ഓടിച്ച ഇന്നോവ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. 24 കോഴിക്കോട്. സംസ്ഥാനത്ത് ഇന്നും ചൂടുയരുമെന്ന് മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിൽ പാലക്കാട് 38ഉം കൊല്ലത്ത് 37.5 ഡിഗ്രി സെൽഷ്യസും താപനില അനുഭവപ്പെട്ടിട്ടുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, ഇടുക്കി, വയനാട് ഒഴികെയുള്ള 10 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് നിലവിൽ. രാവിലെ 11 മുതൽ വൈകുന്നേരം 3 വരെയുള്ള വെയിൽ നേരിട്ടേൽക്കരുതെന്ന് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നു. താപനില ഉയർന്നു നിൽക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്നും സൂര്യതാപവും നിർജ്ജലീകരണവും ഉണ്ടാകാതെ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇതിനിടെ പൊതുജനങ്ങൾക്കായി ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പരമാവധി ശുദ്ധജലം കുടിക്കാനും അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാനും നിർദ്ദേശമുണ്ട്. പൊതുപരിപാടികൾ, സമ്മേളനങ്ങൾ എന്നിവ പകൽ 11 മുതൽ വൈകുന്നേരം 3 വരെ ഒഴിവാക്കാനും നിർമ്മാണ തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, വഴിയോര കച്ചവടക്കാർ, മറ്റേതെങ്കിലും കാഠിന്യമുള്ള ജോലികളിൽ ഏർപ്പെടുന്നവർ എന്നിവരുടെ ജോലി സമയം ക്രമീകരിക്കാനും ദുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെടുന്നു. എസ് ശ്രീകാന്ത്, 24 തിരുവനന്തപുരം. സ്പേസ് എക്സ് ക്രൂ ഡ്രാഗൺ 10 വിക്ഷേപിച്ചു. ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയം 4:33 ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു വിക്ഷേപണം.
4 ബഹിരാകാശ സഞ്ചാരികളാണ് ക്രൂ 10 പേടകത്തിൽ ഉള്ളത്. 4 പേർ അന്താരാഷ്ട്ര നിലയത്തിലേക്ക് എത്തുന്നതോടെ 9 മാസമായി തുടരുന്ന സുനിത വില്യംസ് അടക്കമുള്ളവർ ഭൂമിയിലേക്ക് തിരിക്കും. വിക്ഷേപണത്തറയിലെ സാങ്കേതിക തകരാറുകൾ മൂലം മാർച്ച് 12 മാറ്റിവെച്ച ക്രൂ 10 വിക്ഷേപണമാണ് ഇന്ന് രാവിലെ 4:33 ഫ്ലോറിഡയിലെ നാസയുടെ കെനഡി സ്പേസ് സെന്ററിൽ നിന്നും നടന്നത്. സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിലായിരുന്നു ഡ്രാഗൺ ക്രൂ 10 ബഹിരാകാശ പേടകത്തിന്റെ വിക്ഷേപണം. 4 ബഹിരാകാശ സഞ്ചാരികളാണ് ക്രൂ 10 ദൗത്യത്തിലുള്ളത്. നാളെ രാവിലെ ഇന്ത്യൻ സമയം 9 മണിക്ക് പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും. കുറച്ചു ദിവസത്തേക്ക് അന്താരാഷ്ട്ര ബഹിരാകാശ സ്റ്റേഷനിൽ സഞ്ചാരികളുടെ എണ്ണം ഇതോടെ 11 മാറും. ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലുള്ള സുനിത വില്യംസും ബുച്ച് വിൽമോറും അടക്കം 4 പേരുമായി നേരത്തെ ഡോക്ക് ചെയ്ത ക്രൂ 9 പേടകം മാർച്ച് 19 മടങ്ങുമെന്നാണ് നാസ അറിയിച്ചിട്ടുള്ളത്. ഫ്ലോറിഡയിൽ ഇവരെയും വഹിച്ചുകൊണ്ടുള്ള പേടകം കടലിൽ പതിക്കുന്ന സമയത്തെ കാലാവസ്ഥ പരിഗണിച്ച ശേഷം മാത്രമേ മടക്കയാത്രയുടെ കൃത്യമായ സമയം നിശ്ചയിക്കുകയുള്ളൂ. ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിന്റെ തകരാറ് മൂലം കഴിഞ്ഞ 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു സുനിത വില്യംസും ബുച്ച് വിൽമോറും. റിസർച്ച് ഡെസ്ക് 24. നോക്കാം ഇനി കായിക വാർത്തകൾ. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിലെ പുതിയ കിരീടാവകാശികളെ ഇന്നറിയാം. രാത്രി 8 മണിക്ക് നടക്കുന്ന കലാശപ്പോരിൽ ഡൽഹി ക്യാപിറ്റൽസ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. അനിൽ വാസുദേവ് തയ്യാറാക്കിയ എക്സ്പ്ലെയിനറിലേക്ക്. പ്രഥമ വനിതാ പ്രീമിയർ ലീഗിന്റെ ഫൈനൽ ചരിത്രം ആവർത്തിക്കാൻ മുംബൈ ഇന്ത്യൻസ്. 1 പിഴച്ചാൽ 3 എന്ന ചൊല്ലിൽ വിശ്വാസമർപ്പിച്ച ഫൈനൽ നിർഭാഗ്യം മാറ്റാൻ ഡൽഹി ക്യാപിറ്റൽസ്. WPLലെ ഏറ്റവും മികച്ച 2 ടീമുകൾ മുഖാമുഖമെത്തുമ്പോൾ ബ്ലോക്ക് ബസ്റ്റർ പോരാട്ടം പ്രതീക്ഷിച്ച ക്രിക്കറ്റ് ആരാധകരും. ലീഗ് റൗണ്ട് കഴിഞ്ഞപ്പോൾ മുന്നിലെത്തിയ 2 ടീമുകൾ തന്നെയാണ് കലാശക്കളിയിലും കൊമ്പ് കോർക്കുന്നത്. 8 മത്സരങ്ങളിൽ നിന്ന് 5 ജയവും 3 തോൽവിയും ഉൾപ്പെടെ ഡൽഹിക്കും മുംബൈക്കും 10 പോയിന്റ്. മികച്ച നെറ്റ് റൺ റേറ്റിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹി തുടർച്ചയായ 3ാം സീസണിലും ഫൈനലിലേക്ക് മുന്നേറിയപ്പോൾ മുംബൈക്ക് എലിമിനേറ്ററിൽ ഗുജറാത്ത് ജയൻസിനെതിരെ ജയിക്കേണ്ടി വന്നോ കലാശക്കളിക്ക് ടിക്കറ്റ് എടുക്കാൻ. താരത്തിളക്കത്തിലും കളത്തിലെ പ്രകടനത്തിന്റെ കാര്യത്തിലും മുൻപന്തിയിലുണ്ട് മുംബൈ ഇന്ത്യൻസിന്റെയും ഡൽഹി ക്യാപിറ്റൽസിന്റെയും താരങ്ങൾ. റൺവേട്ടക്കാരിലെ ആദ്യ 5-ൽ 2 വീതം താരങ്ങളുണ്ട് ഇരു ടീമുകളുടെയും. ഇതുവരെ 493 റൺസ് നേടിയ മുംബൈ ഇന്ത്യൻസിന്റെ നാറ്റ് സീവർ ബ്രണ്ടാണ് 1ാം സ്ഥാനത്ത്. ഒരു സീസണിൽ ആദ്യമായി 400 റൺസ് പിന്നിട്ട താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കിയ ഇംഗ്ലീഷ് താരത്തിന് 500 റൺസ് എന്ന നാഴികക്കല്ലിലെത്താനും അധികം റൺ വേണ്ട. മുംബൈയുടെ തന്നെ ഹെയ്ലി മാത്യൂസ് 304 റൺസോടെ 3ാം സ്ഥാനത്തുള്ളപ്പോൾ ഡൽഹിയുടെ ഷഫാലി വർമ്മ 300 റൺസോടെ 4ാം സ്ഥാനത്തും മേഗ് ലാനിംഗ് 263 റൺസോടെ 5ാം സ്ഥാനത്തുമുണ്ട്. ബൗളിങ്ങിലേക്ക് വന്നാൽ വീണ്ടും മുംബൈ ആധിപത്യമാണ്. 17 വിക്കറ്റ് എടുത്ത ഹെയ്ലി മാത്യൂസ് ആണ് പർപ്പിൾ ക്യാപ് ലിസ്റ്റിൽ 1ാമത്. 16 വിക്കറ്റോടെ അമേലിയ കെർ സ്വന്തം ടീമേറ്റിന് കനത്ത വെല്ലുവിളി നൽകുന്നു. 11 വിക്കറ്റ് വീതമുള്ള ജസ് ജോനാസിനും ശിഖ പാണ്ഡെയുമാണ് ഡൽഹി ബൗളിങ്ങിന്റെ കരുത്ത്. രണ്ട് മലയാളി താരങ്ങൾ മുഖാമുഖമെത്തും ഈ ഫൈനലിൽ, അതും വയനാട് മാനന്തവാടിക്കാർ. ഡൽഹി ക്യാപിറ്റൽസിന്റെ മിന്നുമണിയും മുംബൈ ഇന്ത്യൻസിന്റെ സജന സജീവനും. കന്നി കിരീടമാണ് ഇരുവരുടെയും ലക്ഷ്യം. നേർക്കുനേർ കണക്കുകളിൽ നേരിയ മുൻതൂക്കം ഡൽഹിക്കുണ്ട്. ആകെയുള്ള 7 പോരാട്ടങ്ങളിൽ ഈ സീസണിലെ 2 ഉൾപ്പെടെ 4 മത്സരങ്ങളിൽ ജയം. 2023 ഫൈനലിലെ 7 വിക്കറ്റ് വിജയം ഉൾപ്പെടെ 3 മത്സരങ്ങളിൽ മുംബൈ ജേതാക്കളായി. ചരിത്രമാവർത്തിച്ച 2 തവണ ജേതാക്കളാകുന്ന ആദ്യ ടീമെന്ന പുതുചരിത്രം എഴുതാൻ ഹർമൻപ്രീത് കൗറിന്റെ മുംബൈ ഇന്ത്യൻസ് ഇറങ്ങുമ്പോൾ കണക്ക് തീർത്ത് കന്നി കിരീടം ഉയർത്താമെന്ന പ്രതീക്ഷയിലാണ് മേഗ് ലാനിങ്ങിന്റെ ഡൽഹി ക്യാപിറ്റൽസ്. നോക്കാമിനി ഇന്നത്തെ സ്വർണ്ണവില.
ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഫിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust.